നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ ഇടവരുമെങ്കിൽ പോലും ഒരുപക്ഷെ കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ഫലപ്രാപ്തി എന്നിവ വരുന്ന ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. തൃപ്തിയായിട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുമെങ്കിലും ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ജോലിസ്ഥലത്തിനോടനുബന്ധ സ്ഥലത്തേക്ക് താമസിക്കാൻ തക്കവണ്ണം കൊണ്ടുപോവുക എന്നത് യാഥാർത്ഥ്യമാകുവാനായിട്ട് കാലതാമസം ഉണ്ടാകുവാനിടയുണ്ട്. അഥവാ മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തുള്ള സ്ഥലത്തേക്കായിരിക്കും ഉദ്യോഗത്തിന് സാധ്യതയുള്ളത്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പുരോഗതിയില്ലാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും വേറെ ചിലർ വിദ്യാർത്ഥികൾക്ക് ജോലിയോടൊപ്പം തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും കഠിന പ്രയത്നം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാം ഏറ്റെടുക്കുകയും കഴിഞ്ഞ 3-4 മാസത്തിന്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഈ ഒരു പാത തുടരേണ്ടി വരും എന്ന ധാരണയോടുകൂടി തന്നെ 1-2 മണിക്കൂർ കൂടുതൽ ദിവസം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഥവാ മറ്റൊരു രാജ്യത്തിലേക്ക്, വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുന്നത് ശമ്പളക്കുറവാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ ഇടവരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഉചിതമല്ലാത്തതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. സുരക്ഷിതത്വമുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് ജോലി ഉപേക്ഷിച്ച് വ്യാപാരം തുടങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ ആശയങ്ങളും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. മറ്റു ചിലർക്ക്, വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് അവധി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുകയും അന്യനാട്ടിൽ തന്നെ ഓണം ആഘോഷിക്കാൻ അവസരം വന്നു ചേരും. ജന്മനാട്ടിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരുപക്ഷെ ജോലി, വികസിത രാഷ്ട്രത്തിൽ നിന്ന് ജന്മനാട്ടിൽ വന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന സൂചന ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വളരെ ഒരു സമാധാനക്കേട് ഉണ്ടാവുകയും ഇനി അവിടെ വിദേശത്തേക്ക്, വികസിത രാഷ്ട്രത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന ധാരണയോടുകൂടി തന്നെ മറ്റ് ജോലികൾക്ക് വേണ്ടി പരിശ്രമിക്കാനുള്ള അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. പല കാര്യങ്ങൾക്കും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ഇടവരുമെങ്കിൽ പോലും ഫലപ്രാപ്തി അന്തിമമായിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർക്ക് ഉൾവലിയുന്ന പ്രകൃതി വിശേഷം ഉണ്ടാവാം. അങ്ങനെ ഉൾവലിയുന്ന അവസ്ഥാവിശേഷങ്ങളൊക്കെ ഒഴിവാക്കി ഉത്സാഹത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറാവുക തന്നെയായിരിക്കും അതിജീവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ നന്നാവുക. പുതിയ ഭരണ സംവിധാനം നല്ലതാണെങ്കിൽ പോലും ചില ജോലിക്കാർക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ട് അവലംബിക്കുന്നത് 3-4 മാസത്തിന് ശേഷം മതി എന്ന് തീരുമാനിക്കും. മംഗളവേളകളിൽ വെച്ച് ഉന്നതരെ പരിചയപ്പെടുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി അവരുടെ കർമ്മമണ്ഡലങ്ങളുടെ ചില കാര്യങ്ങളെല്ലാം തന്നെ സ്വീകരിക്കാനും ആ ഒരു പാത തുടരുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങൾക്കും ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. ചിലർക്ക് ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും.
അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാകുന്നത് വഴി പലപ്പോഴും സങ്കീർണമായിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ജോലി രാജിവെച്ചാലോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ലോക്യം കൂടുവാൻ അവസരമുണ്ടാകും. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികളും പ്രാണായാമവും യോഗയും ശീലിക്കുവാൻ തീരുമാനിക്കും. ജീവിതമാർഗത്തിന് പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് സ്വീകരിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അബദ്ധങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. ഗൃഹത്തിൽ ചിലർക്ക് ജോലിയിൽ നേട്ടം കുറയുക, മറ്റു ചിലർക്ക് സാമ്പത്തികമായുള്ള നിലനിൽപ്പ് കുറയുക, വേറെ ചിലർക്ക് വിമ്മിഷ്ടം ഉണ്ടാകുന്ന ഒരവസ്ഥ, ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുറച്ചു കാലമായിട്ട് കുടുംബത്തിൽ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാനും സാധ്യതയുണ്ട്. നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കാൻ അവസരം വന്നു ചേരും. വാഹനോപയോഗത്തിൽ വളരെയധികം നിയന്ത്രണം വേണ്ടതാണ്. അശുഭചിന്തകൾ പലതും വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം മാനസികമായുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും ബന്ധുമിത്രാദികളുടെ ഉപദേശപ്രകാരവും ഈ മിഥ്യാധാരണകളെയും മാനസികമായുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ആശയങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും പലതും പ്രാവർത്തികമാക്കുവാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് തൽക്കാലം പണം മുതൽ മുടക്കിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ജോലിയിലുള്ളവർക്ക് ഭാവിയിലേക്ക് അനന്ത സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരമുണ്ടാകും. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം എന്ന ഒരു പദവി തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെക്കുന്നത് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. ഒരുപക്ഷെ സാമ്പത്തികമായുള്ള ഇടപാടുകളുടെ ഒരു വിഭാഗമായിരിക്കാം അതിൽ നിന്ന് പിന്മാറുന്നത് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഭൂമിക്രയ വിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അവധി ലഭിക്കാത്തതിനാൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ എവിടെയാണെങ്കിലും സഹപ്രവർത്തകരെയും മേലുദ്യോഗസ്ഥരെയും ആ നാട്ടിലുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല നിലയിൽ ഓണം ആഘോഷിക്കുവാൻ അവസരം വന്നു ചേരും. എന്നാൽ ഭക്ഷണക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളാണെങ്കിലും ലക്ഷ്യബോധത്തോടുകൂടി പ്രയത്നിച്ചാൽ മാത്രമേ ഏതൊരു കാര്യവും അനുഭവത്തിൽ വന്നു ചേരുകയുള്ളൂ എന്ന അനുഭവ പാഠം അവലംബിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. അനുചിത പ്രവർത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. അവിചാരിതമായിട്ട് ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട്. ഓണാഘോഷത്തിന് എല്ലാം വിപുലമായിട്ടുള്ള
വിപുലീകരണം ഉണ്ടാകുവാനും അതിനോട് ബന്ധപ്പെട്ട മത്സര രംഗങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള അവസരം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അഹംഭാവം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും ദേഹത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനുമായിട്ടും ദുശ്ശീലങ്ങൾ ഒഴിവാക്കുവാനും യോഗ പ്രാണായാമവും ശീലിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. 2027 പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഗൃഹനിർമ്മാണത്തിന് വേണ്ടി ഭൂമി വാങ്ങുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും വേണ്ടപ്പെട്ടവരുടെ അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനും സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഭരണ സംവിധാനത്തിൽ ഉള്ള അപാകതകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരി പറയുന്ന കാര്യങ്ങൾ പലതും ശരിയാണെന്ന് തോന്നലുണ്ടെങ്കിൽ പോലും പ്രാവർത്തികമാവുമോ എന്ന ഒരു പുനരന്വേഷണം നടത്തുകയും കാര്യങ്ങളെല്ലാം തന്നെ അർദ്ധമനസ്സോടുകൂടിയാണ് ഏറ്റെടുക്കുന്നത് എങ്കിൽ പോലും പ്രസ്ഥാനത്തിന്റെ ഭാവി മുൻകണ്ടുകൊണ്ട് ഉള്ള ആശയങ്ങളായതുകൊണ്ടും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. രക്തദൂഷ്യജന്യങ്ങളായുള്ള രോഗപീഠകൾക്ക് വിദഗ്ധമായുള്ള ചികിത്സകൾ വേണ്ടിവരും. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ആവിഷ്കരണ ശൈലി ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിൽ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് ഇനി ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷിച്ച പല വിദ്യാർത്ഥികൾക്കും പ്രവേശന അനുമതി, നിയമന അനുമതി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ വളരെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഒരു സങ്കീർണമായിട്ടുള്ള പല വിധത്തിലുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുവാനിടയുള്ളത്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാം മിതത്വത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടും അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം ഏറെക്കുറെ എല്ലാം സഫലമാക്കി തീർക്കുവാനും ഓഗസ്റ്റ് മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്.